വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ്. ഞാൻ നോർമലി അങ്ങനെ ആരെയും കുറ്റം പറയുന്ന വ്യക്തിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരാളെ കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 100% നന്നായിരിക്കണം. നമ്മൾ നല്ലതാണെങ്കിൽ മാത്രമേ നമുക്കൊരാളെ കുറ്റം പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നല്ല അതിനർത്ഥം. ചില കാര്യങ്ങളിലൊക്കെ നമുക്കെന്തോ ഒരു ഒപ്പീനിയൻ പറയണമെന്ന് തോന്നി. ധന്യയുടെ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ ഇൻസിഡൻറ്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. സോ അവർ നിൽക്കുന്നത് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടാണ്. അപ്പോൾ ഇൻഫ്ലുവൻസർ ആകുമ്പോൾ ആ ഒരു ജോബിനോടെങ്കിലും കുറച്ചൊരു നീതി പുലർത്തണ്ടേ. എന്ത് ഇൻഫ്ലുവൻസിങ് ആണ്, എന്ത് മാതൃകയാണ് ഇവർ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത്. കള്ള് കുടിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, വണ്ടി ഓടിക്കുന്നതും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, ഇനി കള്ള് കുടിച്ച് വണ്ടി ഓടിക്കുന്നതും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് കള്ള് കുടിച്ച് വണ്ടി ഓടിക്കാം, എവിടെയാണെന്നറിയാമോ? പബ്ലിക് റോഡിലല്ലാത്ത സ്ഥലത്ത്. നിങ്ങൾ വല്ല മലയുടെ മണ്ടയ്ക്ക് കയറിയിട്ട് കള്ള് കുടിച്ച് വണ്ടി ഓടിച്ച് ചാടുവോ, ഇടിക്കുവോ, മറിയുവോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലാവരുത്. നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അത് മറ്റൊരാളെ അഫക്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ. സോ അവരിന്നലെ കള്ള് കുടിച്ചു, വണ്ടി ഓടിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ടുണ്ടായത് അവരുടെ ഹസ്ബൻഡ് തന്നെയായിരിക്കും. അയാൾക്ക് നല്ല സ്ട്രെസ്സ് കിട്ടിയിട്ടുണ്ടാവും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പോലീസുകാർ. അവർക്ക് ഇഷ്ടംപോലെ പണിയുണ്ട്, അവർ വെറുതെ ഇരിക്കുന്നവരല്ല. ഇനിയിപ്പോൾ നിങ്ങൾ പറയും അവർക്ക് പെറ്റിയടിക്കുമ്പോൾ കാശ് കിട്ടുന്നില്ലേ, കാശിന് വേണ്ടിയായിരിക്കും വണ്ടി പിടിക്കുന്നത്. കാശിന് വേണ്ടി വണ്ടി പിടിക്കുന്നു എന്നല്ല അതിൻ്റെ മീനിങ്. നിങ്ങൾ വണ്ടി ഓടിച്ച് നിങ്ങൾക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മീനിങ്ങിൽ നിങ്ങൾ ചിന്തിക്കൂ. നമ്മൾ വണ്ടി ഓടിച്ച് നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ പ്രശ്നമില്ല. ഈ എന്താ പറയുക, എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് കുറേ വർഷം ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ തന്നെ അതൊക്കെ അനുഭവിക്കേണ്ടി വരും. സോ റൂൾസ് വെച്ചിരിക്കുന്നത്, അത് അനുസരിക്കാൻ പറയുന്നത് നമുക്കും കൂടി വേണ്ടിയിട്ടല്ല, അത് ഗവൺമെൻറ്റിന് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്കും കൂടി വേണ്ടിയിട്ടാണ് നിയമങ്ങൾ അനുസരിക്കൂ എന്ന് പറയുന്നത്. പിന്നെ ഇത്രയും ഒരു ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ, നിങ്ങളൊക്കെ ഇങ്ങനത്തെ റൂൾസൊക്കെ തെറ്റിക്കുകയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അവർക്കും തെറ്റിച്ചൂടെ? അങ്ങനെ എല്ലാവരും റൂൾസൊക്കെ തെറ്റിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ എന്താ പറയുക, നിങ്ങൾ കുറച്ചൊക്കെ ഒന്നില്ലെങ്കിലും ഈ വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരല്ലേ. അപ്പം നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപകടങ്ങളുണ്ടാവും, പ്രശ്നമുണ്ടാവും. ഇവർ പറയുന്നു ഇവർ വണ്ടി നിർത്താതെ ഓടിച്ചു പോയത് പബ്ലിക്കിൻ്റെ മുന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ ഇവരെ ആരാന്നറിയും, അത് പിന്നെ ഇവർ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾ വണ്ടി ഓടിക്കാൻ പാടില്ല. കള്ള് കുടിച്ചിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് 10 പേര് കണ്ടു കഴിഞ്ഞാൽ നാളെ അവർ എടുത്ത് ചാനലിലിടും, അവരിതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യും എന്നുള്ളതെല്ലാം നിങ്ങൾക്കറിയാം. പിന്നെ എന്തിനാണ് ചേച്ചി ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? സോ നമ്മൾ കുറച്ചൊക്കെ സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരായിട്ട് ജീവിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ബൈ ബൈ.